ഹായ് ജോൺ. ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ഒരു വീക്കിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ പേഴ്സിന്റെയും ഹയർ ടൈം ഫ്രെയിം വ്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീക്കിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേഴ്സിന്റെ ഹയർ ടൈം ഫ്രെയിം വ്യൂ ആണ്. ഫസ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയർ എന്ന് പറയുന്നത് USD CAD ആണ്. USD CAD മാർക്കറ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്ത് വന്നതാണ്. ഈ ഒരു മൂവ്മെന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് കൃത്യമായിട്ടുള്ള റിയാക്ഷൻ പോയിന്റുകളിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു FED കറക്റ്റ് ആയിട്ടുള്ള റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു FED നിന്ന് അതോടൊപ്പം തന്നെ ഇവിടെ OB പ്ലസ് FED ഫോർമേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിജക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു റിജക്ഷന്റെ ഫലമായിട്ട് മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റി ഏരിയ വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അടുത്ത സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കൂടി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ലിക്വിഡിറ്റി സൈഡുകൾ എടുക്കാൻ വേണ്ടിയായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് കിട്ടിയ ഒരു റിജക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോവർ ടൈം ഫ്രെയിമുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കി നമ്മുടെ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി ഇവിടെ ഈ ഒരു വീക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് CAD JPYയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിന്റെ റിജക്ഷൻ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ചെറിയൊരു FED ഫോർമേഷൻ ഉണ്ട്. ഇതൊരു 13 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു FED ഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, മാർക്കറ്റ് ഇപ്പൊ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 13 മണിക്കൂർ കൂടി പെൻഡിങ് ആണ്. ഇവിടെ FED ഫോർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ആ ഒരു FEDയിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ കിടക്കുന്നത് ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി നിൽക്കുന്നത് ഇവിടെ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റിൽ റിജക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മാർക്കറ്റിൽ ചെറിയ ടൈം ഫ്രെയിമുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ റൂൾസ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള ഒരു പെയർ എന്ന് പറയുന്നത് NSD JPYയിലാണ്. സെയിം കണ്ടീഷൻ ആണ്. ഇവിടെയും മാർക്കറ്റ് ഒരു OBയിൽ നിന്നുള്ള റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന FED, ഈ ഒരു FED കൂടി മാർക്കറ്റ് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു FED ഫോം ചെയ്തതിനു ശേഷം അത് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അടുത്ത സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഏരിയ വരെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇതും ഇവിടെയും നമുക്ക് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റ് ഹണ്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ റിജക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡെയിലിയിൽ നിന്ന് 4 അവറിലോട്ടോ 2 അവറിലോട്ടോ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് MSസും BMSസും ഒക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് എൻട്രി ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് മെയിൻ ആയിട്ട് നമുക്ക് ഗോൾഡിലാണ് ഒരു കണ്ടീഷൻ ഫോം ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു FED ഇപ്പൊ ഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിനു ശേഷമാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത മെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയൊരു FED ഫോർമേഷൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇങ്ങനെ ഒരു FEDs ഇവിടെ ക്രിയേറ്റ് ആയാൽ മെയിൻലി മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ റിജക്ഷൻ കിട്ടി ഇവിടെ വന്ന് ഈ FED തട്ടി വീണ്ടും അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് 4 പേഴ്സിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു എൻട്രി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയുള്ള സജക്ഷൻ അല്ല. എൻട്രീസ് ഇവിടെ ഫോം ചെയ്ത് കിട്ടിയിട്ടില്ല. ഹയർ ടൈം ഫ്രെയിമിലെ മാർക്കറ്റിന്റെ റിജക്ഷൻ പോയിന്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഓരോ പെയറിന്റെയും ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മൾ ചെയ്തു പോകുന്നത്.